ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മോഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്സ് ആണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് വീക്ക്ലി 3 ഡേയ്സ് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 1 വളരെ ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. നമുക്ക് കുറച്ച് ഷേപ്സ് വെച്ചിട്ട് അല്ലേ, ഷേപ്സ് വെച്ചിട്ട് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഓരോ ഷേപ്സും എത്രയാണെന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതാനേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് ഷേപ്സ് ഫ്രം ദി ഫിഗർ. ആ ഫിഗറിൽ നിന്ന് കൗണ്ട് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് ഷേപ്സ് ആണല്ലേ, ഓരോ ഷേപ്സും എത്രയുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ മക്കൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഏതൊക്കെ ഷേപ്സിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്? ഈ 3 ഷേപ്സ് ആണല്ലേ. ഏതൊക്കെയാണ് മക്കളെ അത് വരുന്നത്? ഫസ്റ്റ് വൺ വരുന്നത് സ്ക്വയർ ആണല്ലേ. ഇത് വരുന്നത് ഏതാണ്? സ്ക്വയർ ആണ്, റെക്റ്റാങ്കിൾ അല്ല. റെക്റ്റാങ്കിളാ തന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെക്റ്റാങ്കിൾസ് ആണ് കേട്ടോ. അതിലുള്ള ചതുരങ്ങളെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സ്ക്വയർ ആണല്ലേ. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? 4 സൈഡ്സിൻ്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് പിന്നെ നമുക്ക് തന്നത് ഏതാണ്? ട്രയാങ്കിൾ ആണ്. അതിനുശേഷം നമുക്ക് തന്നത് ഏതാണ്? സർക്കിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് തന്നിട്ടുള്ളത്. ഇനി ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ടീച്ചറോടൊന്ന് ചോദിക്കുക കേട്ടോ. നിങ്ങളുടെ ടീച്ചറുടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിലുള്ള സ്ക്വയറും അതുപോലെ തന്നെ ട്രയാങ്കിളും അതുപോലെ തന്നെ സർക്കിളുമാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പം കൗണ്ട് ചെയ്തേ, ഇതെന്താണ് മക്കളെ? ഒരു സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് 1 2 3 4 5 6 അല്ലേ, 6 ഉണ്ട്. പിന്നെ നോക്കിക്കേ, ഇവിടെ ഒന്നുണ്ട്. ഇത് നമുക്ക് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇത് സ്ക്വയർ ആണോ? അതും സ്ക്വയർ അല്ല. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ വാതിൽ, അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതൊക്കെ റെക്റ്റാങ്കിൾസിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത് നോക്കിക്കേ, ഈ ഒരു ഭാഗം, ഇതിൻ്റെ 4 സൈഡ്സും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ അതെന്താണ്? ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് സ്ക്വയേഴ്സ് അവിടെ എത്രയുണ്ട്? 7 ആണുള്ളത് അല്ലേ. എത്രയാണുള്ളത്? 7 ആണുള്ളത്. ഇനി നമുക്ക് ഏത് കണ്ടെത്തണം? ട്രയാങ്കിൾ കണ്ടെത്തണം. അപ്പോൾ ഇതാ ഇവിടെ 1 2 ആയി, 3 ആയി അല്ലേ. കഴിഞ്ഞോ? ഇല്ല. ഇനി അവിടെ ചെറുത് കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം 4 5 6, സോറി നമ്മൾ ആദ്യം സർക്കിളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇവിടെ 1 2 ആയി, പിന്നെ 3 4 5 6 7 അല്ലേ. അവിടെ ട്രയാങ്കിൾസും എത്രയാണുള്ളത്? 7 ആണുള്ളത്. അടുത്ത നോക്കിക്കേ മക്കളെ, ഇനി നമുക്ക് സർക്കിൾസ് അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 അല്ലേ. സർക്കിൾസും എത്ര തന്നെയാണുള്ളത്? 7 ആണുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഓരോന്നിനെ നമ്പേഴ്സ് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. അടുത്ത പിക്ചർ നോക്കിക്കേ, ഡ്രോ ദി നെക്സ്റ്റ് പിക്ചർ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്കൊരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും വരുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു വശത്തേക്ക് ചൂണ്ടി നിൽക്കുന്ന രീതിയിലാണ്. ഇവിടെ എത്തിയപ്പോൾ അതെന്തായി? താഴേക്കായി. ഇവിടെ എന്തായി? ഈ സൈഡിലോട്ടായി. ഇനി അടുത്തത് വരുമ്പോൾ എങ്ങോട്ടായിരിക്കും മക്കളെ വരിക? മുകളിലോട്ടല്ലേ വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സൈഡിൽ എന്ത് ചെയ്യണം? ഒരു സർക്കിളും കൊടുക്കുക അല്ലേ. അതേ രീതിയിലാണോ വരയ്ക്കാനായിട്ട്. അടുത്ത നോക്കിക്കാൻ മക്കളെ, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ മറ്റ് 4 ട്രയാങ്കിൾസ് ആണ് അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ മറ്റ് 4 ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ 4 എണ്ണത്തിൽ ഈ ഒരു ട്രയാങ്കിളിന് കളർ ചെയ്തു. അടുത്തത് രണ്ടാമത്തെ ഈ ട്രയാങ്കിളിന് കളർ ചെയ്തു. മൂന്നാമത്തെ ഈ ട്രയാങ്കിളിന് കളർ ചെയ്തു. ഇനി അടുത്തൊരു പിക്ചറിൽ നമ്മൾ 4ാമതായിട്ടുള്ള ഈ ഒരു ട്രയാങ്കിളിനല്ലേ കളർ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന പിക്ചർ ഏതാ? ഫസ്റ്റത്തതാണ് അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആക്ടിവിറ്റി 2 ഇൻ ദി സൂ. ഫ്രണ്ട്സ് കെയിം ടു വിസിറ്റ് ദി സൂ. ദി നമ്പേഴ്സ് ഓൺ ദി എൻട്രി ടിക്കറ്റ് ആർ ഗിവൺ ബിലോ. അതായത് കുറച്ച് കൂട്ടുകാർ എന്ത് ചെയ്തു? സൂ കാണാനായിട്ട് വന്നതാണ് അല്ലേ. അപ്പം അവർക്ക് കൊടുത്തിട്ടുള്ള എൻട്രി ടിക്കറ്റിൻ്റെ നമ്പേഴ്സാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, ബസ് 1 432, ബസ് 432 മുതൽ 38 മുതൽ 490 വരെ
അടുത്തത് ബസ് 2-ൽ 500 to 553 ബസ് 3-ൽ 599 to 608 ആണ് നമ്പേഴ്സ് ഉള്ളത് അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ മെനി സ്റ്റുഡൻസ് കെയിം ഇൻ ബസ് 1? ഒന്നാമത്തെ ബസ്സിൽ വന്നിട്ടുള്ള കുട്ടികൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. താഴെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ഏതാണോ അതിൽ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മക്കളെ, നമ്മുടെ ഫസ്റ്റ് ബസ്സിൽ വന്നിട്ടുള്ള ആദ്യത്തെ കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 438 ആണ് അല്ലേ. അവസാനം വന്നിട്ടുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പറോ 490 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഇപ്പം നമ്മുടെ ബസ്സിൽ കയറിയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ 2 മുതൽ 7 വരെയാണ് നമ്പർ ഇട്ടുള്ളതെന്ന് വിചാരിക്കുക കേട്ടോ. 2, 3, 4, 5, 6, 7 വരെയാണ് ടിക്കറ്റ് നമ്പർ കൊടുത്തിട്ടുള്ളത്. എങ്കിൽ എത്ര കുട്ടികളായിരിക്കും നമ്മുടെ സൂവിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക? 1, 2, 3, 4, 5, 6 6 കുട്ടികളാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെറിയ നമ്പേഴ്സാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ എഴുതി കണ്ടെത്താൻ പറ്റൂലേ. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്, കുറച്ച് വലിയ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേ കണക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു സൂത്രം അതിലൊളിഞ്ഞിരിപ്പുണ്ടാവില്ലേ. ഇവിടെ മക്കൾ നോക്കിക്കേ, നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ള കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ 7 നമുക്ക് എന്ത് ചെയ്യാം, 2 ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടിയില്ലേ. അതിലേക്ക് എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇനി നമ്മുടെ കുട്ടികളുടെ എണ്ണം നമ്മൾ നേരത്തെ എത്രയാണ് എണ്ണി കണ്ടെത്തിയിട്ടുള്ളത്? 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പം എന്ത് ചെയ്താൽ മതി മക്കളെ, ഇവിടെ നമുക്ക് 6 അല്ലേ കിട്ടിയിട്ടുള്ളത്. അവസാനമുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പറിൽ നിന്ന് ആദ്യമുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ കുറച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി? +1 അതിലേക്ക് 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? എത്ര കുട്ടികളാണ് എന്നുള്ളത് കിട്ടൂലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 490-ൽ നിന്ന് 438 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഒന്ന് കുറച്ച് നോക്കിക്കേ, എത്ര നമുക്ക് കിട്ടുക? 490-ൽ നിന്ന് 438 നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് 52 എന്ന് കിട്ടും. പക്ഷേ 52 ആണോ ആൻസർ? അല്ല. 52ലേക്ക് വീണ്ടും എന്ത് ചെയ്യണം? +1 ചെയ്യണം. അതായത് 53. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളുടെ എണ്ണം കണ്ടെത്തേണ്ട, നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ കറക്റ്റ് ആൻസർ അല്ലേ. എത്ര കുട്ടികളുണ്ട് എന്നതിന് കറക്റ്റ് ആൻസറിൽ ടിക്ക് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് ആ ക്രിയ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമ്മുടെ ക്രിയ ഉണ്ട്. 490-ൽ നിന്ന് 438 കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻ വിച്ച് ബസ് ഡിഡ് മോസ്റ്റ് സ്റ്റുഡൻറ്റ് കെയിം? ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏത് ബസ്സിലാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ബസ്സിലും വന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ബസ്സിലുള്ള നമ്മൾ ഓൾറെഡി കണ്ടെത്തി. ഇനി നമുക്ക് രണ്ടാമത്തെ ബസ്സിൽ കണ്ടെത്തേണ്ടത് എത്രയാണ്? 500 to 553 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുട്ടികൾ എത്രയുണ്ട് മക്കളെ? 553-ൽ നിന്ന് 500 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 53 എന്ന് കിട്ടും അല്ലേ. 53ലേക്ക് വീണ്ടും ഒരു 1 ആഡ് ചെയ്താൽ എത്രയാണ്? 54. അടുത്ത് നോക്കിക്കേ മക്കളെ, 599 to 608 ആണല്ലേ. 608, 599. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 599 കുറയ്ക്കണം. അപ്പം നമുക്ക് 18-ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 9. ഓക്കെ, നമുക്ക് എത്ര കിട്ടും? 9 എന്ന് കിട്ടും അല്ലേ. 9ലേക്ക് വീണ്ടും 1 ആഡ് ചെയ്താൽ നമുക്ക് എത്രയും മക്കളെ? 10. അതായത് മൂന്നാമത്തെ ബസ്സിൽ 10 കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി മക്കൾ പറഞ്ഞേ, ഏത് ബസ്സിലാണ് ഏറ്റവും കൂടുതലുള്ളത്? ഒന്നാമത്തെ ബസ്സിൽ 53 ഉണ്ട്, രണ്ടാമത്തെ ബസ്സിൽ 54 ഉണ്ട്, മൂന്നാമത്തെ ബസ്സിൽ 10 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പം ഏത് ബസ്സിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്നിട്ടുള്ളത്? സെക്കൻഡ് ബസ്സിലാണ് അല്ലേ. ബസ് 2-ലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കെയിം ഇൻ ഓൾ ദി 3 ബസ്സസ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഈ 3 ബസ്സുകളിലായിട്ട് വന്നിട്ടുള്ള കുട്ടികളുടെ ടോട്ടൽ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 53 + 54 + 10 ആണ് വരിക അല്ലേ. അപ്പം നമുക്ക് ടോട്ടൽ എത്രയെന്ന് കിട്ടും? 117 എന്ന് കിട്ടും അല്ലേ. അതായത് 3 ബസ്സുകളിലായിട്ട് 117 കുട്ടികളാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആക്ടിവിറ്റി 3 thousands and thousands. 1000 rupees should be paid to the auto driver who taken children to school. The number of notes given by each child is 5. The value of some notes are given. റൈറ്റ് ദി വാല്യൂ ഓഫ് ദി റിമൈനിങ് നോട്ട്സ് അല്ലേ. അതായത് നമ്മുടെ സ്കൂളിൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തുന്ന ഓട്ടോ ഡ്രൈവർക്ക് എത്ര രൂപ കൊടുക്കണം? 1000 രൂപയാണ് കൊടുക്കേണ്ടത് അല്ലേ.
അപ്പോൾ എല്ലാ കുട്ടികളും അയാൾക്ക് കൊടുത്തിട്ടുള്ളത് 5 നോട്ടുകളാണ് കേട്ടോ. 5 നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ചില നോട്ടുകളുടെ വാല്യൂ നമുക്ക് അവിടെ എഴുതിയിട്ടുള്ളൂ. ബാക്കി നോട്ടുകളുടെ വാല്യൂകൾ എത്രയാണ്, അതായത് എത്ര രൂപ നോട്ടുകളാണ് ഡ്രൈവർക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്നതാണ് മക്കളടുത്ത് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഇഷാനാണ് കൊടുത്തിട്ടുള്ളത്. അത് 200ൻ്റെ ഒരു നോട്ടാണ് അല്ലേ. ഓക്കെ, ഇനി 4 നോട്ടും കൂടി അവിടെ റിമൈനിങ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം എത്രയൊക്കെ രൂപകൾ വെച്ച്, എത്ര രൂപയുടെ നോട്ടുകളൊക്കെ ആയിരിക്കും അവൻ കൊടുത്തിട്ടുണ്ടായിരിക്കും 1000 ആവാനായിട്ട്. ഇത് 200ആയി. 200ലേക്ക് വീണ്ടും നമുക്കൊരു 200 ആഡ് ചെയ്താൽ എത്രയായി? 400 ആയി. വീണ്ടും ഒരു 200 ആയ 600, 800, 800ലോട്ട് 200 ആഡ് ചെയ്താൽ എത്രയായി? 1000 ആയിട്ടില്ലേ. അപ്പം എല്ലാം 200ൻ്റെ നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ആൾ നോക്കിക്കേ, റിയാണ്. അവൾ എന്ത് ചെയ്തു? ഒരു 500ൻ്റെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് ഒരു 200 കൂടി കൊടുക്കാമല്ലോ. അപ്പോൾ എത്രയായി? 700 ആയി. ഇനി നമുക്ക് 1000ലേക്ക് എത്താൻ എത്രയേ ആവശ്യമുള്ളൂ? 300ൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? 300 റുപ്പീസ് കൊടുത്താൽ പോരെ. അപ്പോൾ എത്രയായിട്ടുണ്ടാവും മക്കളെ? 1000 ആയിട്ടുണ്ടാവും അല്ലേ. വേറെ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഓരോ നോട്ട്സിനും വാല്യൂ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ആൾ ഒരു 100 രൂപയുടെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യണം? അതിനെ 1000ലോട്ട് എത്തിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടുത്തൊരു നോട്ട് 500ൻ്റെ കൊടുത്തു. അപ്പോൾ 100 + 500 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 600 ആയി. ഇനി അടുത്തത് എത്രയാണ്? നമുക്കൊരു 200ൻ്റെ നോട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ 600 + 200 എന്നുള്ളത് എത്രയായി മക്കളെ? 800 ആയി. ഇനി നമുക്ക് 200 കൂടി വേണമല്ലോ. അപ്പം നമ്മൾ 100 വെച്ചിട്ട് കൊടുത്തു അല്ലേ. അപ്പം എത്രയായി? 600 ആയി, 800, 900, 1000 ആയി. ഓക്കെ, ക്ലിയർ. ഇത് നമുക്ക് ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മിഷ ബോട്ട് എ 500 rupee note and some 10 rupee notes. Put a tick mark on the total number of notes she brought എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മിഷ എന്ത് ചെയ്തു? 500 രൂപയുടെ ഒരു നോട്ടും പിന്നെ ബാക്കിയുള്ളത് 10 രൂപ നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൾ കൊടുത്തിട്ടുള്ള ടോട്ടൽ നോട്ട് എത്രയായിരിക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം 500 രൂപയുടെ ഒരു നോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 500 രൂപയുടെ ഒരു നോട്ട് കൊടുത്താൽ എത്ര രൂപയാണ് ആവുക? 500 രൂപ ആവുള്ളൂ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? 10 രൂപയുടെ എത്ര നോട്ടുകൾ കൂടിയാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്കറിയാം 1000 രൂപയല്ലേ ടോട്ടൽ ആവേണ്ടത്. അപ്പോൾ 500 ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് 10 രൂപ മാത്രം ഉപയോഗിച്ച് നമുക്ക് എത്രയാക്കണം? 500 ആക്കണം അല്ലേ. അപ്പം 10നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 500 കിട്ടുക? 10 × 50 ചെയ്ത് നമുക്ക് എത്ര കിട്ടും മക്കളെ? 500 കിട്ടില്ലേ. അപ്പം അതായത് 10 രൂപയുടെ 50 നോട്ടുകളാണ് വേണ്ടത് അല്ലേ. 10 റുപ്പീസിൻ്റെ എത്ര നോട്ടുകൾ വേണം? 50 നോട്ടുകളാണ് വേണ്ടത്. അപ്പോൾ 500ൻ്റെ ഒരു നോട്ടും അതുപോലെ തന്നെ 10 രൂപയുടെ 50 നോട്ടുകളോടും ചേർന്നാൽ മൊത്തം എത്രയായി? 51 അല്ലേ. 51 നോട്ട്സ് ആയി. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദർ ആർ 2 നോട്ട്സ് ഈച്ച് ഓഫ് 5, 10, 20 and 50 in a box. What is the smallest amount that can be made by taking 3 notes from this? അതായത് ഒരു പെട്ടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 5ൻ്റെയും 10ൻ്റെയും 20ൻ്റെയും 50ൻ്റെ ഒക്കെ നോട്ടുകൾ 2 എണ്ണം വീതം ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, 2 എണ്ണം വീതമാണ് ഇട്ടിട്ടുള്ളത്. എങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു ചാൻസ് തരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് 3 എണ്ണം എടുക്കാം. 3 നോട്ടുകൾ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ എമൗണ്ട് ആവണമെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള നോട്ട് വേണ്ടി എടുക്കാനായിട്ട് ഇവിടെ ഏറ്റവും ചെറിയുള്ള വാല്യൂ ഉള്ള നോട്ട് എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ നമ്മുടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2 നോട്ട്സ് അല്ലേ. അതായത് ഓരോ നോട്ടും എത്ര എണ്ണം വീതമുണ്ട്? 2 എണ്ണം വീതമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 5ൻ്റെ 2 നോട്ടുകൾ എടുക്കാം അല്ലേ. പിന്നെ ഉള്ളതിൽ ചെറിയ നോട്ട് ഏതാണ്? 10 അല്ലേ ഉള്ളത്? 10 ആണ് അല്ലേ. ഓക്കെ, അപ്പം 1, 2, 3 3 നോട്ടുകളും ആയിട്ടുണ്ട് അല്ലേ. 3 നോട്ടുകളാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിക്കേ മക്കളെ. 5 + 5 + 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 20 ആണ് അല്ലേ. അതായത് നമുക്ക് 3 നോട്ടുകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 89 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് 1 മന്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത് നോക്കിക്കേ. ആക്ടിവിറ്റി 3 കാർഡ് ഗെയിമാണ്. അവിടെ ഒരുപാട് കാർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ.
Manu and his friends are playing cards. Each one can take 3 cards with eyes closed. The sum of the numbers on the cards taken is the point obtained. നമ്മുടെ മനുവും കൂട്ടുകാരൊക്കെ കൂടി എന്താണ് കാർഡ്സ് വെച്ച് കളിക്കുകയാണ് അല്ലേ. അപ്പോൾ കണ്ണടച്ചുകൊണ്ട് 3 കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. എന്നിട്ട് ആ 3 കാർഡിൽ എത്രയാണോ സമ്മ് കിട്ടുന്നത് അതായിരിക്കും അവരുടെ പോയിന്റ്. ഇതാണ് അവരുടെ കളി എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ദി പോയിന്റ് ടേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മനു, സാം, അതുപോലെ തന്നെ അനയ്യ, ഇങ്ങനെ 3 ആളുകൾക്ക് കിട്ടിയിട്ടുള്ള നമ്പർ കാർഡ്സാണ് അവിടെ തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പോയിൻറ്റ്സ് കണ്ടെത്തണം അല്ലേ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, മനുവിന് ആദ്യം കിട്ടിയിട്ടുള്ളത് 200 എന്ന് പറയുന്ന കാർഡാണ് അല്ലേ. 200 എന്ന് എഴുതിയിട്ടുള്ള കാർഡാണ്. അടുത്തത് എത്രയാണ്, 110 ആണ്. 165 ആണല്ലേ. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ പോയിന്റ് ഒന്ന് കണ്ടു നോക്കിക്കേ മക്കളെ, എത്രയാണ്, 475 ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സാമിന് ഏതൊക്കെ കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. 100ൻ്റെ ഒരു കാർഡുണ്ട്, 150യുടെ ഒരു കാർഡുണ്ട് അല്ലേ. മൂന്നാമത്തെ കാർഡ് ഏതാണെന്ന് നമുക്ക് അവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്കത് കണ്ടെത്താനായിട്ട് എന്ത് തന്നിട്ടുണ്ട്, ടോട്ടൽ പോയിൻറ്റ്സ് എത്രയാണ് അവന് കിട്ടിയതെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അവൻ ആകെ കിട്ടിയിട്ടുള്ള കാർഡുകളുടെ പോയിൻറ്റ്സ് നോക്കാം. 100 + 150 ചെയ്ത് എത്ര നമുക്ക് കിട്ടും മക്കളെ, 250 എന്ന് കിട്ടും അല്ലേ. എത്ര കിട്ടും, 250 എന്ന് കിട്ടും. നമുക്ക് ടോട്ടൽ പോയിന്റ് എത്രയാണ്, 360 ആണ്. 360യിൽ നിന്ന് 250 മൈനസ് ചെയ്താൽ കിട്ടും, എത്ര കിട്ടും, 110 കിട്ടും അല്ലേ. 110 എന്ന് കിട്ടും. അതായത് മൂന്നാമത്തെ കാർഡിൽ നമ്പർ എത്രയാണ്, 110 ആണ്. അതേപോലെ തന്നെ അടുത്ത് നോക്കിക്കേ, അടുത്ത ആളുടെ ഒരു കാർഡിൽ നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ, ടോട്ടൽ പോയിൻറ്റ്സും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 100 ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ പോയിന്റ് എത്രയാണ്, 414 ആണ്. അവർക്ക് കിട്ടിയിട്ടുള്ളത് 100 ആണ് അല്ലേ. അപ്പം ബാലൻസ് എത്ര ഉണ്ടായിരിക്കും മക്കളെ, 340 ഉണ്ടായിരിക്കും അല്ലേ. 340 ആണ് 2 കാർഡിലൂടെയും വേണ്ടത്. അപ്പം 340 ആവാൻ ഏതൊക്കെ കാർഡ് നമുക്ക് എടുക്കാം, 340ക്ക് നമുക്ക് ഏതൊക്കെ കാർഡ്സ് എടുക്കാം ഒന്ന് നോക്കിക്കേ. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, 140യുടെ ഒരു കാർഡ് എടുക്കാം അല്ലേ. ഒരു 140യുടെ കാർഡ് എടുത്തു. അതുപോലെ തന്നെ ഒരു 200ൻ്റെയും കാർഡ് എടുത്ത് നോക്കിക്കേ. 200ൻ്റെയും കാർഡ് എടുത്ത് നോക്കി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 340 എന്ന് കിട്ടും അല്ലേ. 340 എന്ന് കിട്ടും അല്ലേ. 340 എന്ന് കിട്ടും. അതായത് ഒരു 140യുടെ കാർഡും ഒരു 200ൻ്റെ കാർഡും ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് 4 നമ്പർ കാർഡ്സ് ടു ഗെറ്റ് സം 1000 അല്ലേ. 1000 കിട്ടാനായിട്ട് ഉള്ള ഒരു 4 കാർഡ്സ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1000 കിട്ടാനാണല്ലോ 4 കാർഡ്സും വേണം. അപ്പം ഇത് നമുക്ക് പല രീതിയിൽ കണ്ടെത്താം കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു മെത്തഡിൽ കണ്ടെത്തുക, എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പം എന്ത് ചെയ്ത് നമുക്ക് ആദ്യം ഇവിടെ എത്ര എടുക്കാം, അതിലുള്ള ഒരു വലിയൊരു നമ്പർ കാർഡാണല്ലോ ഇത്, 350. അത് തന്നെ നമുക്ക് അങ്ങ് എടുക്കാം. 350 എടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 250 എടുക്കാം അല്ലേ. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കാം മക്കൾ, എത്രയുണ്ട്, 600 കിട്ടി. നമുക്ക് 600 മതിയോ, പോരാ അല്ലേ, 1000 വേണം. അതിലേക്ക് 1000 ആവാൻ 400ൻ്റെ ആവശ്യം കൂടിയില്ലേ. അപ്പോൾ നമുക്ക് 400ൻ്റെ കാർഡ്സ് ഇല്ല. പക്ഷേ ഇവിടെ ഒരു 200ഉം പിന്നെയും ഒരു 200 ഉണ്ട് അല്ലേ. ആ 2 200ൻ്റെ നോട്ട് കൂടി വെച്ചാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ, 1000 എന്ന് കിട്ടില്ല. അതായത് 350, 250, 200 പിന്നെ 200 അല്ലേ. ഈ 4 നോട്ട്സ് ഉപയോഗിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 1000 എന്ന് കിട്ടും. അതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ടൂർ. Each student has to pay 625 rupees for the study tour. Manu and his friends paid 625 rupees in different ways. Write the notes given by them. അതായത് നമ്മുടെ മനുവും കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യാണ്, സ്റ്റഡി ടൂറിന് പോവുകയാണ്. അപ്പോൾ അതിന് 625 റുപ്പീസാണ് വേണ്ടത്. അപ്പോൾ ഓരോരുത്തരും കൊടുത്തിട്ടുള്ളത് വ്യത്യസ്ത ഡിഫറെൻറ്റ് വേസിലാണ് അല്ലേ. അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള നോട്ട്സ്, റൈറ്റ് ദി നോട്ട്സ് ഗിവൺ ബൈ ദം. അവർ കൊടുത്തിട്ടുള്ള നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, നമുക്ക് 100ൻ്റെയും 10ൻ്റെയും അല്ലേ, എത്ര 100ൻ്റെ നോട്ടുകൾ വേണം മക്കളെ, എത്ര 100ൻ്റെ നോട്ടുകൾ വേണം, 6 100ൻ്റെ നോട്ടുകൾ അല്ലേ. 600 റുപ്പീസ് ആയാൽ നമുക്കറിയാം എത്രയാണ്, 600 ആണ്. പിന്നെ നമുക്ക് 25ൻ്റെ ആവശ്യം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ 25 1 റുപ്പീസും ആയാൽ നമുക്ക് എത്ര, 625. അടുത്ത നോക്കിക്കേ മക്കളെ, 600s അല്ലേ, 600s 2 10s 5 1s ആയാലും 625 ആയാലും. ഇനി എത്ര വൺസ് വേണം, 625 വൺസ് വേണം. പിന്നെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 62 ടെൻസ് എടുത്താൽ മതി അല്ലേ. 62 ടെൻസും അതുപോലെ 5 വൺസും ആയാൽ എത്രയും മക്കളെ, 625 ആയി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 500 റുപ്പീസ് നോട്ടാണ് അല്ലേ. നമുക്കറിയാം 500 റുപ്പീസ് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ
500 ആണ്. പിന്നെ എത്ര പത്തുകളും എത്ര ഒന്നുകളാണ് വേണ്ടത് മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 10 റുപ്പീസ് നോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 100 കിട്ടും അല്ലേ? അപ്പോൾ എത്രയും മൊത്തം 600 ആയി. പിന്നെ നമുക്ക് എത്ര വൺസ് മതി? 25 വൺസ് മതി അല്ലേ? അപ്പോൾ ഇവിടെ 10 റുപ്പി നോട്ട്സും 25 1 റുപ്പി നോട്ട്സും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കുക മക്കളെ, നമുക്ക് 400 റുപ്പീസ് എടുക്കാം അല്ലേ? 400 റുപ്പീസ് എടുത്താൽ 400 ആയി. നമുക്ക് എന്ത് ചെയ്യാം, 20 10 റുപ്പീസ് എടുക്കാം. 20 10 റുപ്പീസ് എന്ന് പറയുമ്പോൾ 200 ആയി. അപ്പോൾ മൊത്തം 600 ആയി. ഇനി ഇത്രയും നമുക്ക് വേണ്ടിയിട്ടുള്ളൂ, 25 വൺസേ വേണ്ടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെറ്റ്സ് ഫൈൻഡ് ദി നമ്പർ. ദി ടേബിൾ ഷോസ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 2 സ്കൂൾ ഇൻ എ പഞ്ചായത്ത്. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് സ്കൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, അവിടെ ക്ലാസ് 1 2 3 4 എന്ന് തന്നിട്ടുണ്ട്. സ്കൂൾ 1 സ്കൂൾ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് സ്കൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? 1 + 3 എത്രയാണ്? ഇവിടെ 4 ആണ്. അടുത്തത് 1 + 2 3 3 + 2 5, അതുപോലെ തന്നെ 454 എന്ന് വരും അല്ലേ? അടുത്ത നോക്കിക്കേ മക്കളെ, 10 4 5 6, അതുപോലെ തന്നെ 416 എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിക്കുക, നമ്മൾ ഫസ്റ്റ് സ്കൂളിലും സെക്കൻഡ് സ്കൂളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ കണ്ടെത്തി. ഇനി നോക്കിക്കുക മക്കളെ, നമ്മൾക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ സം സ്റ്റുഡൻസ് ഫ്രം സ്കൂൾ 2 ജോയിൻഡ് സ്കൂൾ 1, ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് സ്കൂൾ ബിക്കെയിം ഈക്വൽ. ഹൗ മെനി സ്റ്റുഡൻസ് മൂവ്ഡ് ടു സ്കൂൾ 1? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. അതായത് രണ്ടാമത്തെ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ സ്കൂളിലേക്ക് മാറി ജോയിൻ ചെയ്ത സമയത്ത് 2 സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം എന്തായി? ഈക്വലായിട്ട് മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളായിരിക്കും മാറിയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്കൂളിൽ 454ഉം സെക്കൻഡ് സ്കൂളിൽ 460 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫസ്റ്റ് സ്കൂളിനേക്കാൾ എത്ര കുട്ടികൾ അധികമാണ് സെക്കൻഡ് സ്കൂളിലുള്ളത്? അതെ, 6 കുട്ടികളാണ് അധികമുള്ളത് അല്ലേ? 6 കുട്ടികൾ. അപ്പോൾ ആ 6 കുട്ടികൾ മാറുകയാണെങ്കിൽ എന്ത് ചെയ്യും? 2 സ്കൂളിലും തുല്യമായിരിക്കും അല്ലേ? 484 454 എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാലൻസ് വന്നിട്ടുള്ള ഈ കുട്ടികൾ എന്ത് ചെയ്യണം? 2 കൂട്ടർക്കും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 454ലേക്കും ഒരു 3 ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയുള്ള 454ലേക്കും എന്ത് ചെയ്യുക? ഒരു 3 കുട്ടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി മക്കളെ? 457 എന്ന് കിട്ടി. ഇവിടെയും എത്ര കുട്ടികളാവും? 457 എന്ന് കിട്ടും. അപ്പോൾ എത്ര കുട്ടികൾ മാറി ജോയിൻ ചെയ്താൽ മതി മക്കളെ? 3 സ്റ്റുഡൻസ് മാറി ജോയിൻ ചെയ്താൽ മതി അല്ലേ? ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫ്രൂട്ട് ഷോപ്പ്. Manu's father has 2 fruit shops in the town. The detail of the sales of banana during Onam is given below. നമ്മുടെ മനുവിൻ്റെ ഫാദറിന് 2 ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബനാന സെയിൽ ചെയ്യുന്ന ഷോപ്പാണ്. അപ്പോൾ അതിന് ഓണം സെയിലാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത് കേട്ടോ. ഓണത്തിന് സെയിൽ ചെയ്തിട്ടുള്ള ബനാനയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഡേ 1 ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഷോപ്പ് 1ൽ ഫസ്റ്റ് ഡേ എത്രയാണ്, ഷോപ്പ് 2ൽ ഫസ്റ്റ് ഡേ എത്രയാണ്, സെക്കൻഡ് ഡേ എത്രയാണ്, തേർഡ് ഡേ എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ ഒരു ടേബിളിൽ നിന്ന് കിട്ടും. നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദി ടോട്ടൽ സെയിൽ ഇൻ ഈച്ച് ഡേ. ഓരോ ദിവസവുമുള്ള ടോട്ടൽ സെയിൽ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്, തേർഡ് ഡേ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഷോപ്പ് 1ലെയും നമുക്കറിയാം, ഷോപ്പ് 2ലെയും നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഡേ 1ലേത് കാണാൻ എന്ത് ചെയ്താൽ മതി? 212 + 175 ചെയ്താൽ പോരെ? അപ്പോൾ 387 എന്ന് കിട്ടും അല്ലേ? അടുത്തത് സെക്കൻഡ് ഡേ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 177 + 215 ചെയ്താൽ പോരെ? അപ്പം 392 എന്ന് കിട്ടി. തേർഡ് ഡേയിലും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 208 + 217 ചെയ്താൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പം 3 ഡേയിലെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതേ രീതിക്ക് ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ സെയിൽസ് ഇൻ ഈച്ച് ഡേ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കണ്ടെത്തി. ഇനി ദ മോർ സെയിൽസ് വാസ് ഓൺ ഡാഷ് ഡേ. ഏത് ഡേ ആണ് കൂടുതൽ സെയിൽ നടന്നിട്ടുള്ളത്? അപ്പോൾ കൂടുതൽ സെയിൽ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫസ്റ്റ് ഡേയുടെ ടോട്ടൽ സെയിലും സെക്കൻഡ് ഡേയുടെ ടോട്ടൽ സെയിലും തേർഡ് ഡേയുടെ ടോട്ടൽ സെയിലും കണ്ടെത്തിയിട്ടില്ലേ? അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കില്ലേ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുണ്ടായിരിക്കുക? ഓക്കെ, അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക കേട്ടോ. ഉത്തരം കണ്ടെത്തിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് പറയണേ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഹൗ മെനി kilograms of bananas were sold in the first shop in 3 days? Put a
ടിക്ക് ഓൺ ദി കറക്റ്റ് ആൻസർ. അതായത് ആദ്യത്തെ 3 ദിവസവും ഒന്നാമത്തെ ഷോപ്പിൽ എത്ര സെയിൽ നടന്നിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലും ഫസ്റ്റ് ഷോപ്പിൽ നടന്നിട്ടുള്ള സെയിൽ കണ്ടെത്തണം. അത് കണ്ടെത്താൻ 212 പ്ലസ് 177 പ്ലസ് 208 ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ അത് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഷോപ്പിൽ 3 ദിവസങ്ങളിലൂടെ എത്ര സെയിൽ നടന്നു എന്നത് കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ? അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. വിച്ച് ഷോപ്പ് സോൾഡ് മോർ ബനാന ഇൻ 3 ഡേ? അതായത് 3 ദിവസങ്ങളിലൂടെയും ഏത് ഷോപ്പിലാണ് ഏറ്റവും കൂടുതൽ ബനാന സെയിലായിട്ടുള്ളത്? അപ്പം നമ്മൾ എന്ത് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്? 3 ദിവസങ്ങളിലായിട്ട് ഷോപ്പ് 1ലുള്ള ടോട്ടൽ ബനാനാസ് സെയിലായത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തും കണ്ടെത്തണം? ഷോപ്പ് 2ലും 3 ഡേയ്സിലായിട്ട് എത്ര എണ്ണം സെയിലായിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. എന്നിട്ട് അതിൽ ലാർജസ്റ്റ് ആയിട്ട് വരുന്ന നമ്പർ ഏതാണോ അതായിരിക്കും അല്ലേ? അത് ഏത് ഷോപ്പിനാണ് കിട്ടുന്നത് ആ ഷോപ്പായിരിക്കും കൂടുതൽ ബനാന സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? മക്കൾ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ എക്സാമിനുള്ള ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം. അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.